രേണുവും കിച്ചുവും സ്ഥിതിയുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ തനിക്ക് ഒട്ടും എണീക്കാൻ വയ്യ, പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ രേണു തൊട്ടടുത്ത ദിവസം വളരെയധികം എനർജറ്റിക് ആയിട്ട് വർത്താനം പറയുകയും കിച്ചുവിനെതിരെ അത്രയും ശബ്ദമുയർത്തി ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ രേണുവിന്റെ ഇതൊരു അർബുദ നാടകമാണ് എന്നാണ് പലരും കമന്റ് ചെയ്തത്. കാശ് തട്ടാനുള്ള പുതിയ അടവ്. ഇങ്ങനെയൊക്കെ സഹതാപം കാണിക്കുമ്പോൾ തീർച്ചയായും ആളുകൾ കൂടുതൽ സബ്സ്ക്രിപ്ഷനിലോട്ട് എത്തും. അതുവഴി രേണുവിന് കുറെ കാശ് കിട്ടും. നേരത്തെ തന്നെ രേണു പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ വഴി ഏകദേശം 2.5 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. അല്ലാതെ രേണുവിന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അസുഖമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. തനിക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ കൂടിയതോടുകൂടി ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടിയുമായി രേണു എത്തിയിരിക്കുകയാണ്. എനിക്ക് ക്യാൻസർ അല്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെ, എൻ്റെ മനസ്സിന് ക്യാൻസർ ഇല്ല, പക്ഷെ ശരീരം, നിങ്ങളുടെ കുത്തുവാക്കുകളെക്കാൾ വലിയ ക്യാൻസർ അല്ല എൻ്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, തലയിൽ തലയൊടിയതിനു ശേഷം തലയിൽ നിന്നും കൊഴിഞ്ഞു വരുന്ന മുടികളെല്ലാം രേണു ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതൊക്കെ നാടകമാണെന്ന് കരുതിയിരുന്നെങ്കിൽ തനിക്ക് ഒന്നും തന്നെ പറയാനില്ല. എന്നിരുന്നാലും എന്തൊക്കെ രോഗമുണ്ടായാലും ക്യാൻസർ ഉണ്ടായാലും സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി കാശുണ്ടാക്കുന്ന ആ ഒരു നിലപാട് രേണു അവസാനിപ്പിക്കേണ്ടതാണെന്നും, നല്ല രീതിയിൽ എത്രയോ പേർ മാന്യമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, രേണുവിനെ അത് കിച്ചു പറഞ്ഞു കൊടുത്തിട്ടും രേണു അനുസരിച്ചില്ല എന്നൊക്കെ ഇപ്പോഴും ഒരുപാട് പേർ വിമർശിക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.